എല്ലാവർക്കും ഷലോം. സുഖമായിരിക്കുന്നോ? നിങ്ങളിൽ എത്ര ആളുകൾ സന്തോഷത്തോടെ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്? ഒന്ന് കരമുയർത്താമോ? റൈറ്റ്. എല്ലാ വ്യക്തികൾക്കും സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ആശയുണ്ട്. മനുഷ്യൻ സന്തോഷത്തോടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ മനുഷ്യൻ നല്ല പ്രവൃത്തികൾ ചെയ്ത് ജീവിക്കണം. മനുഷ്യന് സന്തോഷത്തോടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ മനുഷ്യൻ നീതിയോടെ ജീവിക്കണം. ഒരു ദിവസം ഒരു ദൈവവിശ്വാസിനിയായ ഒരു സ്ത്രീ, അവരുടെ വീട്ടിലൊരു മരമുണ്ടായിരുന്നു. ആ മരത്തിനു ചുറ്റും അവർ പ്രദക്ഷിണം വെച്ചിട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്നതായ വെള്ളിക്കുടത്തിൽ വെള്ളം കൊണ്ടുവന്ന് ആ മരത്തിന് ഒഴിച്ചുകൊടുത്തു. അങ്ങനെ അവരുടെ ആ കർമ്മം കഴിഞ്ഞതിന് ശേഷം അവർ വെള്ളിപ്പാത്രം അവിടെ മറന്നിട്ട് അകത്തേക്ക് കടന്നുപോയി. ഈ സംഭവം അവിടെ അടുത്തുണ്ടായിരുന്നതായ അവരുടെ അയൽക്കാരൻ കാണുവാനിടയായ അജാനുബാഹുവായ ഒരു മനുഷ്യൻ കണ്ട് അവിടെയും ഇവിടെയും ശ്രദ്ധിച്ച് ആരുമില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ പതിയെ വന്ന് ആ വെള്ളിക്കുടം അവിടെ നിന്ന് കയ്യിലെടുത്ത് ആരും അറിയാതെ അത് കയ്യിൽ ഒളിപ്പിക്കുവാൻ ശ്രമിച്ചു. അത് തന്റെ കയ്യിൽ ഒളിപ്പിച്ചുകൊണ്ട് പിന്തിരിയുന്നതായ സമയത്ത് 6 വയസ്സുണ്ടായിരുന്ന ഒരു പെൺകുട്ടി പെട്ടെന്ന് അദ്ദേഹത്തിന് മുഖത്ത് നോക്കി, "അങ്കിൾ, ഇത് തെറ്റല്ലേ അങ്കിൾ?" എന്ന് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? തെറ്റല്ലേ അങ്കിൾ എന്ന് ചോദിച്ചു. ഇപ്പോൾ 6 അടി ഉയരമുള്ളതായ ഈ മനുഷ്യൻ അവിടെ നിന്ന് വിറയ്ക്കുകയാണ്. ആ കൊച്ചു പെൺകുട്ടിയുടെ മുൻപിൽ വിറയ്ക്കുകയാണ്, ഭയപ്പെടുകയാണ്. "അങ്കിൾ, ഇത് തെറ്റല്ലേ?" എന്ന പെൺകുട്ടി ചോദിച്ചപ്പോഴേക്കും ഭയപ്പെട്ടുപോയി. അവൻ അവിടെ ഇരുന്നിട്ട് ആ കൊച്ചു പെൺകുട്ടിയുടെ കയ്യിൽ പിടിച്ച്, "നിനക്ക് ചോക്ലേറ്റ് വാങ്ങിത്തരാം, ദയവുചെയ്ത് ആരോടും പറയരുത്. നിനക്ക് എന്തു വേണമെങ്കിലും ഞാൻ വാങ്ങിത്തരാം. ദയവുചെയ്ത് നീ ആരോടും ഇക്കാര്യം പറയരുത്. എന്റെ പൊന്നുമോളല്ലേ, പറയല്ലേ" എന്ന് പറഞ്ഞ് അപേക്ഷിക്കുവാൻ തുടങ്ങി. ഇപ്പോൾ ഒരു നിമിഷം ആലോചിച്ചു നോക്കുക. ഈ വലിയ മനുഷ്യൻ ഒരു കൊച്ചു പെൺകുട്ടിയുടെ മുൻപിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ അപേക്ഷിക്കുന്നത്? ആ കൊച്ചു പെൺകുട്ടിയെ എന്തുകൊണ്ടാണ് ഭയപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ആ പെൺകുട്ടിയോട് അപേക്ഷിക്കുന്നത്? എന്തുകൊണ്ടാണ് അയാൾ നിന്ന് വിറയ്ക്കുന്നത്? കാരണമറിയാമോ? മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾ മനുഷ്യനെ ഭീതിയിലേക്ക് കൊണ്ടുപോകാനിടയാകുന്നു. അയാൾ എത്ര വലിയ വ്യക്തിയാണെങ്കിലും, എത്ര വലിയ അധികാരിയാണെങ്കിലും, എത്ര പണമുള്ളവനാണെങ്കിലും അല്ലെങ്കിൽ പാവപ്പെട്ടവനാണെങ്കിലും, മനുഷ്യൻ ചെയ്യുന്ന തെറ്റ് ആ മനുഷ്യനെ ഭയപ്പെടുത്തുന്നു, ആ മനുഷ്യനെ ഭീതിയിലാഴ്ത്തുന്നു, അവന്റെ തല കുനിക്കുവാൻ ഇടയാകുന്നു, അവനെ ധൈര്യഹീനനാക്കി മാറ്റുന്നു. 6 വയസ്സുള്ള ചെറിയ കുട്ടിയുടെ മുൻപിലായിട്ട് 6 അടി നീളമുള്ള ഈ വലിയ മനുഷ്യനെ എന്തുകൊണ്ട് ഭയപ്പെട്ടു എന്നറിയാമോ? ആ ചെറിയ പെൺകുട്ടി പറഞ്ഞത് സത്യമാണ്. ഈ വലിയ മനുഷ്യൻ ചെയ്തത് തെറ്റാണ്. അവനിൽ കളവുണ്ട്. ഈ കളവ് സത്യത്തിന്റെ മുൻപിൽ തലകുനിക്കേണ്ടതാണ്. നിങ്ങളെല്ലാവരും കരമുയർത്തി. എന്തിനാണ്? സന്തോഷം വേണം എന്ന് പറഞ്ഞ് കരമുയർത്തി. നിങ്ങൾ സന്തോഷത്തോടെ ആയിരിക്കണമെങ്കിൽ നിങ്ങളിൽ എന്തുണ്ടായിരിക്കണം? സത്യമുണ്ടായിരിക്കണം. ആ ചെറിയ പെൺകുട്ടിയിൽ സത്യം ഉള്ളതുകൊണ്ട് അവൾ വളരെ ധൈര്യത്തോടുകൂടെ നിൽക്കുന്നു, സന്തോഷത്തോടുകൂടെ നിൽക്കുന്നു. ഈ മനുഷ്യനിൽ അത്യാഗ്രഹമുണ്ട്. ആ അത്യാഗ്രഹം ഉള്ളതുകൊണ്ട് എന്താണ് ചെയ്തത്? തന്റേത് അല്ലാത്തത് താൻ മോഷ്ടിച്ചെടുക്കുവാനുള്ളതായ ഒരു ആഗ്രഹം, അതിനുള്ള ഒരു മനസ്സ് അദ്ദേഹത്തിൽ ജനിപ്പിച്ചു. ഫലമായി അയാളുടെ ധൈര്യം നഷ്ടപ്പെട്ടു. ഈ ദിവസങ്ങളിൽ, അതുമാത്രമല്ല ഇനിയും വരുവാനുള്ള ദിവസങ്ങളിലും നിങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല പ്രവൃത്തികൾ ചെയ്ത് ജീവിക്കണം. നമ്മിൽ പാപം വർദ്ധിക്കുമ്പോഴും പാപം വളർന്നു വരുന്നതായ സമയത്ത് ദയവുചെയ്ത് ശ്രദ്ധിക്കണം. അത് മനുഷ്യനിൽ ഭയം ജനിപ്പിക്കുന്നു, ആകുലത ഉണ്ടാക്കുന്നു, സ്വസ്ഥത കെടുത്തുവാനിടയാകുന്നു, ഉറക്കം നഷ്ടപ്പെടുത്താനിടയാകുന്നു, സമാധാനം നഷ്ടപ്പെടുത്തുവാനിടയാകുന്നു, സന്തോഷം നഷ്ടപ്പെടുത്താനിടയാകുന്നു, ജീവിതത്തിൽ ശാന്തിയില്ലാതെയാക്കുന്നു. എന്തെല്ലാം ജീവിതത്തിലുണ്ടെങ്കിലും യാതൊരു തൃപ്തിയുമില്ലാതെയാകുന്നു. എന്താണത്? മനുഷ്യനിൽ കടന്നുകൂടിയ പാപം. ആ പാപത്തിൽ നിന്ന് വിടുവിക്കുവാനാണ് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. ഇന്ന് നിങ്ങൾ പറയുന്നു, "എനിക്ക് സന്തോഷം വേണം, സന്തോഷം എനിക്ക് വേണം" എന്ന് നിങ്ങൾ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം, നിങ്ങൾക്കത് വേണമെങ്കിൽ നിങ്ങൾ സൽപ്രവൃത്തികൾ, നല്ല പ്രവൃത്തികൾ ചെയ്ത് ജീവിക്കണം. നല്ല പ്രവൃത്തികൾ ചെയ്ത് ജീവിക്കണമെന്നുള്ള ആഗ്രഹം എല്ലാവർക്കുമുണ്ട്. ഏത് വിശ്വാസത്തിലുള്ളവരാണെങ്കിലും, ഏത് ദേശക്കാരാണെങ്കിലും, ഏത് ഭാഷക്കാരാണെങ്കിലും, ഏത് നിറമുള്ളവരാണെങ്കിലും, വലിപ്പച്ചെറുപ്പമില്ലാതെ എല്ലാവർക്കുമുള്ള ആഗ്രഹം എന്താണ്? ഞാൻ നല്ല പ്രവൃത്തികൾ ചെയ്ത് ജീവിക്കണം, എല്ലാവരുടെയും മുൻപിൽ മാന്യനായിട്ട് ജീവിക്കണം, നല്ല പ്രവൃത്തികൾ ചെയ്ത് ജീവിക്കണം, എന്റെ സംസാരം നല്ലതായിരിക്കണം, എന്റെ ഇടപാടുകൾ നല്ലതായിരിക്കണം, എന്റെ പെരുമാറ്റം നല്ലതായിരിക്കണം, മറ്റുള്ളവർക്ക് ഉപയോഗമുള്ള വ്യക്തിയായിരിക്കണം, പ്രയോജനമുള്ള വ്യക്തിയായിരിക്കണം എന്നുള്ള ആഗ്രഹം എല്ലാ വ്യക്തികൾക്കും ഉണ്ട്. ആരും സ്വന്തം ഇഷ്ടപ്രകാരം മോഷണം ചെയ്യുകയില്ല. കൊലപാതകം ചെയ്യണമെന്നുള്ളത്
അല്ലെങ്കിൽ ദുഷ്ടത പ്രവർത്തിക്കണമെന്ന്, ചതി പ്രവർത്തിക്കണമെന്ന് ഒന്നും തന്നെ ആരും സ്വതവേ ചിന്തിക്കുന്നതല്ല. എന്നാൽ നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ച്, നമ്മുടെ പ്രശ്നങ്ങൾക്കനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ബലഹീനത അനുസരിച്ച്, നമ്മുടെ സ്വഭാവമനുസരിച്ച് ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മൾ ഇവയ്ക്ക് ജീവിതത്തിൽ ഇടം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫലമായി തെറ്റായ പ്രവൃത്തികൾ ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും കരമുയർത്തും. അതായത് ഇന്ന് നിങ്ങളായിരിക്കുന്നതായ സ്ഥിതിയിൽ നിന്ന് നല്ല ഒരു നീതിയുള്ള ജീവിതം, അല്ലെങ്കിൽ ഒരു നല്ല വ്യക്തിയായിട്ട് ജീവിക്കണം എന്നുള്ള ആഗ്രഹം എല്ലാവർക്കുമുണ്ട്. തീർച്ചയായും ആഗ്രഹമുണ്ട്. അപ്പോൾ നല്ലവനായി ജീവിക്കണമെങ്കിൽ ഏതു സമയത്തും കള്ളം പറയുന്ന നമുക്ക് എങ്ങനെയത് സാധിക്കും? നല്ലവനായിട്ട് ജീവിക്കണമെങ്കിൽ ഏതു സമയത്തും തെറ്റുകൾ ചെയ്യുന്ന നമുക്കത് സാധിക്കുമോ? വീട്ടിൽ ഭാര്യയോട് ഭർത്താവ് പറയുന്നത് കള്ളം, ഭർത്താവ് ഭാര്യയോട് പറയുന്നത് കള്ളം, മക്കളോട് മാതാപിതാക്കൾ പറയുന്നത് കള്ളം, മക്കൾ മാതാപിതാക്കളോട് പറയുന്നത് കള്ളം. ഇങ്ങനെ ദിവസം മുഴുവൻ നോക്കിയാൽ എല്ലാവരും കള്ളം പറയുന്ന ശീലങ്ങളുള്ളവർ, അന്യായം ചെയ്ത് ജീവിക്കുന്നതായ രീതികൾ, അതിക്രമം ചെയ്ത് ജീവിക്കുന്നതായ രീതികൾ, ഇവയ്ക്കെല്ലാറ്റിനും ഇടയിൽ ഒരു മനുഷ്യനെങ്ങനെ നല്ല വ്യക്തിയായിട്ട് ജീവിക്കുവാൻ കഴിയും? പണ്ടുകാലത്ത് ഒരു ധനവാനായ മനുഷ്യൻ ജന്തുക്കളെ ഇഷ്ടപ്പെട്ടിട്ട് ജന്തുക്കളെ വളർത്തുന്ന ശീലമുണ്ടായിരുന്നു. അങ്ങനെ മൃഗങ്ങളെ സ്നേഹിക്കുന്ന, മൃഗങ്ങളെ വളർത്തുന്നതായ ആ ധനവാൻ താൻ വൈകുന്നേരം നടക്കാൻ പോകുന്നു. ആ പോകുന്ന സമയത്ത് തന്റെ വീടിന്റെ അടുത്തൊരു ചെളിക്കുഴിയുണ്ട്. ആ ചെളിക്കുഴിയിൽ ഒരു പന്നിയുണ്ട്. ആ പന്നി അവിടെ ശരീരത്ത് ചെളിയെല്ലാമാക്കി കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നതായ അവസ്ഥയിൽ അത് കണ്ടതായ ഈ ധനവാന് എന്തുകൊണ്ടോ ആ പന്നിയോട് ഒരു സഹതാപം തോന്നി. ഈ പന്നി ജനിച്ചതു മുതൽ തന്നെ ഇങ്ങനെ ചെളിക്കുഴിയിലാണ്. എത്ര കാലം ഇങ്ങനെ കിടക്കും? വളരെ കഷ്ടമാണ്. അതിനെ ഒന്ന് വൃത്തിയാക്കിയെടുത്ത് എന്റെ വീട്ടിൽ കൊണ്ട് വളർത്തിയാൽ ഇതിന് നല്ല സുഖമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ പന്നിയെ താൻ വളർത്തുവാനായിട്ട് ആശിച്ചിട്ട് തന്റെ പണിക്കാരനോട് പറഞ്ഞു, എടാ ആ പന്നിയെ പിടിക്കാൻ. അത് കേട്ട ഉടൻ തന്നെ ആ പണിക്കാരൻ ആ ചെളിയിലേക്ക് ഇറങ്ങി ആ പന്നിയെ പിടിച്ചു. അയാൾ പറഞ്ഞു, ഇതിനെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് നല്ലവണ്ണം വെള്ളമൊഴിച്ച് കുളിപ്പിച്ച് ഷാമ്പൂ ഒക്കെ ഇട്ട് വൃത്തിയാക്കിയെടുക്കണം. എന്നിട്ട് എന്റെ ടർക്കി എടുത്ത് നന്നായിട്ട് തുവർത്തി അതിനൊരു ബെൽറ്റൊക്കെ ധരിപ്പിച്ച് പിടിച്ചുകൊണ്ടുവരിക എന്ന് പറഞ്ഞപ്പോൾ അയാൾക്കൊന്നും തന്നെ മനസ്സിലായില്ല. പണിക്കാരൻ പറഞ്ഞ, യജമാനെ, ആരാണെങ്കിലും പട്ടിയെ വളർത്താറുണ്ട്, അല്ലെങ്കിൽ കോഴികളെ വളർത്താറുണ്ട്, മുയലുകളെ വളർത്താറുണ്ട്. അയ്യോ, അങ്ങെന്താണ് ഈ പന്നിയെ ഇങ്ങനെ വളർത്തുന്നത്? അങ്ങ് പറഞ്ഞതുപോലെ ആരും തന്നെ പന്നിയെ വളർത്തുവാൻ ഇഷ്ടപ്പെടില്ല. അങ്ങെന്താണ് അങ്ങനെ ചെയ്യുന്നത്? അപ്പോഴാ ധനവാൻ പറയുകയാണ്, എടാ, എല്ലാവരും ഇഷ്ടപ്പെടുന്ന മൃഗത്തെ ഞാൻ ഇഷ്ടപ്പെട്ടാൽ എനിക്കെന്താണ് പ്രത്യേകത? പിന്നെ എല്ലാവരും വെറുക്കുന്നതായ ഈ പന്നിയെ ഇഷ്ടപ്പെട്ടാൽ എന്റെ ജീവിതം അർത്ഥവത്താകും. അതുകൊണ്ടാണ് ഈ പന്നിയെ ഞാൻ വളർത്തുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് നീ ഞാൻ പറഞ്ഞത് ചെയ്യുക. അയാൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ പന്നിയെ കുളിപ്പിച്ച് വൃത്തിയാക്കി അതിന്റെ കഴുത്തിലൊരു ബെൽറ്റൊക്കെ കെട്ടി. എന്നിട്ട് വൈകുന്നേരം ആയ സന്ദർഭത്തിൽ ഈ പണിക്കാരനുമായിട്ട് ഈ ധനവാൻ അതേ വഴിയിൽ നടന്ന് ഇങ്ങനെ പോവുകയാണ്. അവരോടുകൂടെ വളരെ അനുസരണയോടുകൂടെ തന്നെ ആ പന്നി പിന്തുടർന്നു വരുവാൻ ഇടയായി. അവരോടുകൂടെ നടന്നു വന്നുകൊണ്ടിരിക്കുന്നു, നടന്നു വരികയാണ്. അയാൾ പണിക്കാരനോട് ചോദിച്ചു, എടാ, നീ എന്താണ് പറഞ്ഞത്? പന്നിയെ വളർത്താൻ പാടില്ല, അതിന് അനുസരണമില്ല എന്നല്ലേ? നോക്കൂ, എത്ര അനുസരണയോടാണ് വരുന്നത്, എത്ര നന്നായിട്ട് എന്നെ അനുസരിക്കുന്നുവെന്ന് നീ കണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ആ പണിക്കാരനും അതിശയം തോന്നി. നോക്കൂ, എത്ര അനുസരണയോടുകൂടിയാണ് ഈ പന്നി നടന്നു വരുന്നത്. അത് അനുസരണയോടെ നടന്നു വന്നു. എവിടെ വരെയാണ്? ആ ചെളിക്കുഴിയുടെ അരികിൽ വരെ മാത്രം. ആ ചെളിക്കുഴിയുടെ അരികിലേക്ക് അത് നടന്നു വന്നത് ആ സൈഡിൽ കൂടി മുൻപോട്ട് നടന്നു പോയി. ആ ചെളിയുടെ സ്മെല്ല് വന്നപ്പോൾ ആ പന്നിക്ക് അവിടെ പിന്നെ നിൽക്കാൻ കഴിഞ്ഞില്ല. അത് പെട്ടെന്ന് തന്നെ അതിന്റെ കഴുത്ത് വെട്ടിച്ച് ബെൽറ്റിൽ നിന്നും തലയൂരി മുൻപോട്ട് കുതിച്ചു ചാടിപ്പോയിട്ട് ആ ചെളിക്കുഴിയിലേക്ക് വീഴുവാനിടയായി. പെട്ടെന്ന് തന്നെ ചെളിയിലേക്ക് ചാടി. അവിടെ ചെന്നിട്ട് ധനവാൻ പറയുകയാണ്, എടാ പന്നി, എടാ, നീ എന്നോടൊപ്പം ആയിരിക്കാൻ വേണ്ടിയാണല്ലോ ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചത്. നീ എൻ്റെ കൂടെ വരുവാൻ, എൻ്റെ വീട്ടിൽ നിൽക്കുവാൻ, എൻ്റെ ബെഡ്റൂമിൽ കിടക്കുവാൻ എല്ലാം ഞാൻ നിന്നെക്കുറിച്ച് ആഗ്രഹിച്ചല്ലോ. പിന്നെയും എന്തിനാണ് ചെളിയിലേക്ക് നീ ഇറങ്ങിപ്പോകുന്നത്? നീ വെളിയിലേക്ക് വാ. പന്നി അതനുസരിക്കുമെന്നാണോ? എത്ര നന്നായിട്ട് AC റൂമിൽ കൊണ്ട് കിടത്തിയാലും, എത്ര നല്ല ബെഡിൽ കൊണ്ട് കിടത്തിയാലും ആ പന്നിക്ക് ആവശ്യം എന്താണ് പറയുക? ആ ചെളിയാണ് അതിന് വേണ്ടത്. ആ ചെളിയിൽ കിടക്കുന്ന സമയത്താണ് അതിന് സംതൃപ്തി അനുഭവപ്പെടുന്നത്. അയാൾ പണിക്കാരനോട് പറഞ്ഞു, നോക്കുക, വീണ്ടും അത് ചെളിക്കുഴിയിലേക്ക് ചാടിപ്പോയി. അതിനെ പിടിച്ചു കയറ്റുക. പണിക്കാരൻ പറഞ്ഞു, എന്തൊരു വിധിയാണിത്! പന്നി പന്നിയാണ്. ആ പന്നിയുടെ സ്വഭാവം എപ്പോഴും ചെളിയിൽ കിടക്കുന്നതാണ്. അതിനെ എത്രത്തോളം നന്നാക്കാൻ ശ്രമിച്ചാലും അത് നന്നാവുകയില്ല. അതിന്റെ ബുദ്ധി അങ്ങനെയുള്ളതല്ല, മാറ്റാൻ കഴിയില്ല. പ്രിയ സഹോദര സഹോദരി, മനുഷ്യനുള്ളത് മനുഷ്യന്റെ സ്വഭാവമാണ്. ജനിച്ച നാൾ മുതൽ മരിക്കുന്ന നാൾ വരെയും മനുഷ്യൻ സാധാരണ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ താൻ അറിഞ്ഞോ അറിയാതെയോ തെറ്റുകൾ ചെയ്യും. ഒരു ചെറിയ കുട്ടിയെ നോക്കുക, അതതിൻ്റെ അമ്മയോട് ദേഷ്യപ്പെടുന്നത് കാണാം. അതിന് ദേഷ്യം വരികയാണെങ്കിൽ എന്തെങ്കിലും കയ്യിൽ കിട്ടുന്ന വലിച്ചെറിയും. വളരെ വിചിത്രമായിട്ട് പ്രവർത്തിക്കും. ചില സമയത്ത് വിസിറ്റിംഗ് അവേഴ്സ് സംഘടിപ്പിക്കുമ്പോൾ അനേകം ആളുകളെ ഞാൻ കണ്ടുമുട്ടാറുണ്ട്. അവർ അവരുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരും.
ഞാൻ ചോക്ലേറ്റ് കൊടുക്കും കുഞ്ഞുങ്ങൾക്ക്, എല്ലാവർക്കും ഓരോന്നായി. അതുപോലെ എൻ്റെ ഡയറി ഞാൻ വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് എഴുതി വയ്ക്കുവാനായി. അതുപോലെ ബർത്ത്ഡേ ഉണ്ടെങ്കിൽ ഞാൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് കേക്കും മാറ്റി വയ്ക്കാറുണ്ട്. ഒരു കൊച്ചുകുട്ടിയെ കൊണ്ടുവരുവാനിടയായി. ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവിടെയുള്ള ചോക്ലേറ്റ് എല്ലാം താഴെ വീണ് കിടക്കുന്നു. എൻ്റെ ബർത്ത്ഡേ കേക്കെല്ലാം താഴെ വീണു. എൻ്റെ ഡയറി അവിടെ മാറിക്കിടക്കുന്നു. എന്തൊരു കുസൃതിയാണ് ഇവന്! പറയുക, വികൃതി പിടിച്ച പയ്യൻ. സാധനങ്ങളെല്ലാം ചിതറിക്കിടക്കുന്നു, കൊടുങ്കാറ്റടിച്ചതുപോലെ. ഇവൻ വന്നാൽ പിന്നെ അങ്ങനെയാണ്. ഈ കുസൃതി തരങ്ങൾ അവൻ എങ്ങനെയാണ് കിട്ടിയത്? ഇങ്ങനെയുള്ള സ്വഭാവം, ഈ വികൃതി അവൻ എങ്ങനെയാണ് കിട്ടിയത്? അവന് ചെറുപ്പം മുതലുള്ളതായ സ്വഭാവമാണ്. ദയവച്ചത് ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങളെ കള്ളം പറയാൻ പഠിപ്പിക്കേണ്ടതായ കാര്യമില്ല, സത്യം പറയുവാനായി പഠിപ്പിക്കണം. കുഞ്ഞുങ്ങളോട് നമ്മൾ ചീത്ത വാക്കുകൾ പറഞ്ഞു പഠിപ്പിക്കേണ്ടതായ ആവശ്യമില്ല, നല്ല വാക്കുകൾ പറഞ്ഞു കൊടുക്കണം. മോഷണം ചെയ്യുന്നത് പറഞ്ഞു പഠിപ്പിക്കേണ്ടതായ കാര്യമില്ല. നിങ്ങൾ പഠിപ്പിച്ചില്ലെങ്കിലും അവർ മോഷണങ്ങൾ നടത്തിയേക്കാം. നിങ്ങൾ ചീത്തവാക്കുകൾ പഠിപ്പിച്ചില്ലെങ്കിലും അവർ പറഞ്ഞേക്കാം. കള്ളം പറയുവാൻ പഠിപ്പിച്ചില്ലെങ്കിലും അവർ കള്ളം പറയുവാനിടയാകും. ദേഷ്യപ്പെടുവാൻ പഠിപ്പിച്ചില്ലെങ്കിലും നിങ്ങളോട് അവർ ദേഷ്യപ്പെടാനിടയാകും. മനുഷ്യന്റെ സ്വഭാവ രീതി അതാണ്. ജനനം കൊണ്ട് തന്നെ മനുഷ്യന് സ്വാഭാവികമായും എതിർക്കുന്ന, ദേഷ്യപ്പെടുന്ന സ്വഭാവമുണ്ടാകും, പാപപ്രവൃത്തികൾ ചെയ്യുന്നതായ സ്വഭാവം. അതുകൊണ്ടാണ് പണ്ടുള്ള ആളുകൾ പറയുന്നത്, ചൊട്ടയിലെ ശീലം ചുടല വരെ. പാപത്തിൽ ജനിച്ചു, അവൻ പാപം ചെയ്യാനിടയാകും. അതുകൊണ്ട് പാപത്തിൽ ജനിച്ചതുകൊണ്ട് പാപം ചെയ്യുന്നത് ശീലമാക്കി മാറ്റി. ഇവന്റെ മനസ്സിന് മാറ്റമുണ്ടാകാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നുവെങ്കിലും അവന്റെ സ്വഭാവം പാപത്തിന്റെ സ്വഭാവമാണ്. ആ പന്നി, അതിന്റെ ബുദ്ധി പന്നിയുടെ ബുദ്ധിയാണ്. ആ ധനവാൻ എത്രത്തോളം അതിനെ സ്നേഹിച്ച് തന്റെ വീട്ടിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചാലും, തന്റെ കൊട്ടാരത്തിൽ പാലസിൽ കൊണ്ടുപോയാലും, അതിന് എല്ലാവിധമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയാലും ആ പന്നിയുടെ സ്വഭാവം മാത്രം മാറുകയില്ല. പണിക്കാരനോട് പറഞ്ഞു അതിനെ വെളിയിലെടുക്കുവാൻ. അപ്പോൾ പണിക്കാരൻ അതിനെ വെളിയിലെടുക്കാനിടയായി. അതിനെ വെള്ളമൊഴിച്ച് കഴുകാനും പറഞ്ഞു. അയാൾ പറഞ്ഞു, ഞാൻ കഴുകിയാലും ശരി, വീണ്ടും അങ്ങ് വെളിയിലേക്ക് വരുമ്പോൾ ഇത് ചെളിക്കുണ്ടിൽ തന്നെ ഇറങ്ങും. അതങ്ങനെ തന്നെയാണോ? തീർച്ചയായിട്ടും. അതെന്തുകൊണ്ടാണ്? പന്നിയുടെ സ്വഭാവം അങ്ങനെയാണ് സാർ. നിങ്ങൾ എത്ര സ്നേഹം കാണിച്ചാലും ശരി, അതിന് ബുദ്ധിക്കൊരു മാറ്റവും ഉണ്ടാകില്ല. അപ്പനും അമ്മയും മക്കളെ എത്രത്തോളം സ്നേഹിക്കാനിടയാവുന്നുണ്ട്? കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് അവർ കാക്കുന്നത്. ഒരു കുറവും കൂടാതെ അവരെ വളർത്തിക്കൊണ്ടുവരും. നന്നായിട്ട് പഠിപ്പിച്ച് വളർത്താനിടയാകും. എന്നാൽ ഈ കുട്ടികൾ സ്കൂളിൽ ചെന്നതിന് ശേഷം അല്ലെങ്കിൽ കോളേജിൽ പോയതിനു ശേഷം എത്രയോ അനാവശ്യ കാര്യങ്ങളാണ് ചെയ്യുന്നത്, എത്രയോ പാപപ്രവൃത്തികളാണ് ചെയ്യുന്നത്. എന്തെല്ലാം ദുശീലങ്ങളാണുള്ളത്. അമ്മയുടെ സ്നേഹം കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. അപ്പന്റെ സ്നേഹമുണ്ടോ? സ്നേഹമുണ്ട്. ഒരു അമ്മ എൻ്റെ അടുക്കൽ ഒരു ദിവസം വന്നിട്ട് സംസാരിക്കുകയാണ്, ദേവദാസ, എൻ്റെ ഭർത്താവ് ഹാർട്ട് അറ്റാക്കായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കുകയാണ്, മരണവുമായിട്ട് മല്ലടിക്കുകയാണ്. ഡോക്ടർമാരാണെങ്കിൽ ഒരു ഉറപ്പും പറയുന്നില്ല. ദയവ് ചെയ്ത് പ്രാർത്ഥിക്കണം, അദ്ദേഹത്തിന് യാതൊരുവിധ ആപത്തും സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഇത് കേട്ടതായ സമയത്ത് സ്വാഭാവികമായി ഞാൻ ചോദിച്ചു, അമ്മേ, ഹാർട്ട് അറ്റാക്ക് എന്തുകൊണ്ടാണ് വന്നത്? അത് കേട്ടപ്പോൾ ആ അമ്മ പറഞ്ഞ വാക്കുകൾ എന്താണെന്നറിയാമോ? വാസ്തവത്തിൽ എൻ്റെ ഭർത്താവിന് ഹാർട്ട് അറ്റാക്ക് വന്നതല്ല. പിന്നെ ഹാർട്ട് അറ്റാക്ക് വന്നെന്നാണല്ലോ പറഞ്ഞത്. ഹോസ്പിറ്റലിൽ മരണവുമായിട്ട് മല്ലടിക്കുന്നുവെന്ന് പറഞ്ഞല്ലോ, സ്ഥിതി വളരെ ഗുരുതരമാണെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് എന്തുകൊണ്ട് വന്നു എന്ന് ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ ഭർത്താവിന് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടില്ല എന്ന് പറയുന്നുവോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞു. എന്തു പറഞ്ഞെന്നറിയാമോ? ബ്രദർ, വാസ്തവത്തിൽ എൻ്റെ ഭർത്താവിന് ഹാർട്ട് അറ്റാക്ക് വന്നതല്ല. പിന്നെ എങ്ങനെയാണ് സംഭവിച്ചത്? എൻ്റെ മകൾ കാരണമാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായത്. ആരാണത് വരുത്തിവെച്ചത്? എൻ്റെ മകളാണിത് വരുത്തിവെച്ചത്. അതെന്താണ്? നിങ്ങളുടെ മകൾ നിങ്ങളുടെ ഭർത്താവിന് ഹാർട്ട് അറ്റാക്ക് വരുത്തിവെക്കുമോ? അതെ, ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരേ ഒരു മകളായിരുന്നു. വളരെ ഓമനത്വത്തോടുകൂടിയാണ് വളർത്തിയത്. ഒരു കുറവും കൂടാതെയാണ് അവളെ വളർത്തിയത്. അവൾ ആഗ്രഹിച്ചതൊക്കെ ഞങ്ങൾ കൊടുക്കുമായിരുന്നു. ഞങ്ങളുടെ പ്രതീക്ഷകൾ മുഴുവൻ ഞങ്ങളുടെ മകളുടെ മേലായിരുന്നു. അവൾ നന്നായിട്ട് പഠിച്ച് മിടുക്കിയായിട്ട് വളരണം, നല്ലൊരു ഭാവി ഉണ്ടാകണം, അനേകർക്ക് അനുഗ്രഹമാകണം, ഞങ്ങൾക്ക് അഭിമാനകരമായിട്ട് ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കൺമണി പോലെ അവളെ വളർത്തിക്കൊണ്ടുവരാനിടയായി. അവൾ പറഞ്ഞതായ കോളേജിൽ അവൾക്ക് സീറ്റ് വാങ്ങിച്ചു കൊടുക്കാനിടയായി. അവർ പറഞ്ഞ അത്രയും ഡൊണേഷനൊക്കെ കിട്ടുവാൻ ഇടയായി. എന്നാൽ കോളേജിൽ പോയതിനു ശേഷം മകൾ താമസിച്ച് വീട്ടിൽ വരുന്നത് പതിവാകാനിടയായി. എന്തിനാണ് നീ താമസിച്ചു വരുന്നത് എന്ന് ചോദിക്കുന്ന ക്ഷണത്തിൽ തന്നെ ഞങ്ങളോട് ദേഷ്യപ്പെടുമായിരുന്നു, കോപിച്ച് സംസാരിക്കുമായിരുന്നു. എപ്പോഴും ഫോണിൽ സംസാരിക്കുന്നത് കാണുമ്പോൾ ചോദിക്കും, നീ പഠിക്കേണ്ട സമയത്ത് എന്തുകൊണ്ടാണ് എപ്പോഴും ഫോണിൽ സംസാരിക്കുന്നത്? അപ്പോൾ പറയും, എന്റെ ഇഷ്ടമാണ്, എൻ്റെ അടുത്ത് വന്ന് എല്ലാ കാര്യത്തിലും എന്നെ ചോദ്യം ചെയ്യരുത്. ഒരേ ഒരു മകളല്ലേ, അവളെ എന്തിനാണ് വിഷമിപ്പിക്കുന്നത് എന്ന് വിചാരിച്ച് ഞങ്ങൾ മൗനമായിരിക്കുവാനിടയായി. ഒരു ദിവസം ഞങ്ങളുടെ മകൾ ഒരു ആൺകുട്ടിയോട് സംസാരിക്കുന്നത് കണ്ടപ്പോൾ അത് ഞാൻ കേൾക്കുകയും അവൾ തെറ്റായ രീതിയിൽ സഞ്ചരിക്കുന്നു എന്ന സത്യം മനസ്സിലാക്കുകയും ചെയ്തു. ഞാൻ എൻ്റെ മകളോട് ചോദിക്കുവാൻ ഇടയായി, അവൻ ആരാണ് എന്ന്. ഞാൻ ചോദിച്ചു, ആരോടാണ് നീ ഇത്ര അടുപ്പത്തിൽ സംസാരിക്കുന്നത്?
ഞാൻ വരാമെന്ന് നീ പറയുന്നല്ലോ, രാത്രി നിന്റെ അടുക്കൽ തങ്ങാമെന്ന് പറഞ്ഞല്ലോ. നീ എപ്പോഴും പോകുന്നത് പഠിക്കുന്നതിനു വേണ്ടിയല്ലേ? ആ ആൺകുട്ടിയോടൊപ്പം കറങ്ങാനാണോ നീ പോകുന്നത്? അത് പറഞ്ഞപ്പോൾ മകൾ പറയുകയാണ്, അതെ, ഞാൻ പുറത്തു പോകുന്നത് അവനുമായിട്ട് കറങ്ങാനാണ്. എന്താണ്, പ്രായം തികയാത്ത ഈ പെൺകുട്ടി വീട്ടിൽ നിൽക്കുന്നതിന് പകരമായി ഇഷ്ടമുള്ള ഒരു ആൺകുട്ടിയോടൊപ്പം താമസിക്കാൻ പോകുന്നെന്ന് പറയുന്നു. അതെ, അവനെ ഞാൻ സ്നേഹിക്കുന്നു. നീ ഇന്റർമീഡിയറ്റ് പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്, നീ ഇപ്പൊ പ്രേമിക്കുന്നു എന്ന് പറയുന്നത്. ഇത് നിനക്ക് കല്യാണത്തിനുള്ള പ്രായമാണോ? പഠിക്കേണ്ട സമയമല്ലേ? നോക്കുക, നിന്നെക്കുറിച്ച് എത്രത്തോളം സ്വപ്നങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു, നിന്നെക്കുറിച്ച് എത്രത്തോളം ആശയുണ്ടായിരുന്നു. ഒരു ഡോക്ടറാകാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചു, നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ച് പഠിപ്പിച്ചപ്പോൾ നീ എന്താണ് ഈ സംസാരിക്കുന്നത്? നോക്ക്, ഞാൻ ആ ആൺകുട്ടിയെ സ്നേഹിക്കുന്നു, അവന്റെ അടുക്കൽ പോയി താമസിക്കാൻ പോവുകയാണ്. ഞാനും അവനും ഒരുമിച്ച് താമസിക്കാൻ പോകുന്നു. നാളെയോ മറ്റന്നാളോ വിവാഹം കഴിക്കും. നോക്കൂ, ഒരേ ഒരു പെൺകുട്ടിയല്ലേ, നിന്റെ വിവാഹമൊക്കെ നടത്തിത്തരേണ്ടത് ഞങ്ങൾ തന്നെയല്ലേ? നല്ല ബന്ധം നോക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കല്ലേ? അത് ഞങ്ങളുടെ കടമയല്ലേ? നിങ്ങൾ അത്രത്തോളം ബുദ്ധിമുട്ടേണ്ട. അവനെ ഞാൻ തന്നെയാണ് തിരഞ്ഞെടുത്തത്, ഞാൻ തന്നെ കല്യാണം കഴിച്ചോളാം. നോക്കൂ, നിന്റെ പിതാവ് നിന്നെ എത്രത്തോളം സ്നേഹിച്ച് നിന്നെ ഓമനിച്ചാണ് വളർത്തിയത്. നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടാകാനല്ലേ അദ്ദേഹം പരിശ്രമിക്കുന്നത്. നിന്റെ അപ്പനറിഞ്ഞാലോ? അറിഞ്ഞാലെന്താണ്? ഇങ്ങനെ പറയുന്നത്? നോക്കൂ, നീ ഈ പ്രായത്തിൽ ഇങ്ങനെ പ്രേമം വിവാഹം എന്നൊന്നും പറഞ്ഞു നടക്കരുത്. നീ പെൺകുട്ടിയോടൊപ്പമാണ്, നിന്റെ കൂട്ടുകാരിയോടൊപ്പം പഠിക്കാൻ പോകുന്നു എന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. ആൺകുട്ടിയോടൊപ്പം പോയി താമസിക്കുന്നത് ഞങ്ങൾക്കറിയില്ല. നീ എന്താണ് ഇങ്ങനെ ചെയ്തു കൂട്ടുന്നത്? നീ ബോയ് ഫ്രണ്ടിനോടൊപ്പം നടക്കുകയാണോ? അത് നിന്റെ അപ്പൻ അറിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഹൃദയം നിലച്ചുപോകും. മകൾ എന്ത് പറഞ്ഞെന്നറിയാമോ? ഈ കാര്യം അറിഞ്ഞാൽ അപ്പന്റെ ഹൃദയം നിലച്ചുപോകുമെന്നോ? ഏതെങ്കിലും ഒരു ദിവസം നിലച്ചു പോകേണ്ടതല്ലേ? അങ്ങനെ പോകുകയാണെങ്കിൽ പിന്നെ പോവട്ടെ. എന്തു പറഞ്ഞാലും ഞാൻ അവനെ വിട്ടുപിരിയുന്നതായ പ്രശ്നമേ ഇല്ല. ഭർത്താവ് കിടന്നുറങ്ങുകയാണെന്നാണ് ആ ഭാര്യ ചിന്തിച്ചത്. എന്നാൽ ഭർത്താവ് ഉണർന്നിരുന്നു, വാതിലിന്റെ അടുക്കൽ നിന്നിരുന്നു. മകൾ അമ്മയോട് പറയുന്നതായ കാര്യങ്ങളെല്ലാം കേട്ടു. ആ വാക്കുകൾ കേട്ടപ്പോൾ ആ അപ്പന്റെ ഹൃദയത്തിന് അത് താങ്ങാനായിട്ട് കഴിഞ്ഞില്ല. ഹൃദയം സ്തംഭിക്കുവാനിടയായി, നെഞ്ചു പൊട്ടിപ്പോകുന്നത് പോലെ തോന്നി. അയാൾ കുഴഞ്ഞു വീഴാനിടയായി. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആ സ്ത്രീ വന്ന് പറയുകയാണ്, എന്റെ ഭർത്താവിന് യഥാർത്ഥത്തിൽ ഹൃദയസ്തംഭനം വന്നതല്ല, എന്റെ മകൾ വരുത്തിവെച്ചതാണ്. പെറ്റ് വളർത്തി വലുതാക്കിയതായ എന്റെ മകൾ, ഞങ്ങൾക്ക് താങ്ങായി തണലായി നിൽക്കേണ്ടതായ മകൾ, ഇന്ന് അവളുടെ ഇഷ്ടമാണ് നോക്കുന്നത്. അവളുടെ സുഖങ്ങൾ നോക്കുന്നു, അവളുടെ സൗകര്യങ്ങൾ മാത്രം നോക്കുന്നു. അവളുടെ വിദ്യാഭ്യാസമെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മാതാപിതാക്കളെ അനുസരിക്കാതെ ഇഷ്ടമുള്ളതുപോലെ ഈ പ്രായത്തിൽ എന്താണ് ചെയ്യുന്നത്? പ്രേമമെന്ന് പറയുന്നു, വിവാഹമെന്ന് പറയുന്നു, അവനോടൊപ്പം കഴിയാൻ പോകുന്നുവെന്ന് പറയുന്നു, അവനോടൊപ്പം താമസിക്കുന്നുവെന്ന് പറയുന്നു. ഇതപ്പനറിഞ്ഞാൽ അദ്ദേഹം ഹൃദയം പൊട്ടി മരിക്കുകയില്ലേ? മരിക്കട്ടെ! ഇത് കേട്ടതായി എന്റെ ഭർത്താവിന് അപ്പോൾ താങ്ങാനായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ മധ്യയിലുണ്ടോ? മകനെ, മകളെ, പെറ്റു വളർത്തി വലുതാക്കിയതായ മാതാവിനെയും പിതാവിനെയും കണ്ണുനീര് കുടിപ്പിക്കുന്നത് നല്ലതല്ല. സകല പ്രതീക്ഷകളും നിന്റെ മേൽ വെച്ചുകൊണ്ട്, വിയർപ്പൊഴുക്കി ജോലി ചെയ്തുകൊണ്ട് നിന്നെ പഠിപ്പിച്ചെടുക്കണം. നല്ല പ്രയോജനമുള്ളവനാകണം, നല്ല ജോലി സമ്പാദിക്കാനിടയാകണം. അവരുടെ വാർദ്ധക്യ സമയത്ത് നീ താങ്ങായിട്ട് തണലായിട്ട് നിൽക്കണം, അവരെ സ്നേഹിക്കണം, അവരെ നോക്കണം എന്ന് ചിന്തിച്ച് മാതാപിതാക്കൾ എത്ര കരുതലോടുകൂടിയാണ് കഷ്ടപ്പെട്ട് വളർത്തുന്നത്. എന്നാൽ ഇന്നുള്ള മക്കൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? അവർക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നു. എന്തുകൊണ്ട് പറയുന്നു എന്നറിയാമോ? ഈ മനുഷ്യന്റെ സ്വഭാവമേ ഇങ്ങനെയാണ്. അപ്പനും അമ്മയും നല്ലതാഗ്രഹിച്ചാലും ശരി, മക്കൾ ചീത്തയാണ് ആഗ്രഹിക്കുന്നത്. മാതാപിതാക്കൾ അവരുടെ മക്കൾ നന്നാകാൻ ആഗ്രഹിക്കുമ്പോൾ അവരുടെ മക്കൾ ജീവിതം നശിപ്പിക്കുകയാണ്. ഭാര്യ ചിന്തിക്കും, ഭർത്താവ് നന്നായിരിക്കണം, മദ്യപാനത്തിനു വേണ്ടി പോകാൻ പാടില്ല. അദ്ദേഹം അധ്വാനിച്ചുണ്ടാക്കുന്നത് ചീട്ടുകളിക്ക് വേണ്ടിയോ മദ്യപാനത്തിന് വേണ്ടിയോ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഭാര്യ ആഗ്രഹിക്കുമ്പോൾ ഭർത്താവ് എന്താണ് ചെയ്യുന്നത്? അയാൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊണ്ടുപോയി ഇഷ്ടമുള്ളതുപോലെ മദ്യപിച്ച് കൂത്താടുകയാണ്. ഇന്ന് പല കുടുംബങ്ങളിലും സമാധാനമില്ല, സന്തോഷമില്ല, ശാന്തിയില്ല. കാരണം എന്താണ് പറയൂ? ഭാര്യയും അങ്ങനെയാണ്, ക്രൂരയെപ്പോലെ. ഭർത്താവ് അധ്വാനിച്ചിട്ട് കടന്നുവരുമ്പോൾ അയാൾക്ക് ആഹാരം കൊടുക്കാത്തതായ ഭാര്യ, ഭർത്താവിന്റെ ആരോഗ്യസ്ഥിതി മോശമാണെങ്കിലും കുടുംബത്തിനു വേണ്ടി കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കുമ്പോൾ അത് മനസ്സിലാക്കാത്തതായ ആഡംബര ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നതായ ഭാര്യമാർ. ഇങ്ങനെ നല്ലൊരു ഭാര്യയാകാൻ കഴിയാതെ, നല്ലൊരു ഭർത്താവാകാൻ കഴിയാതെ കുടുംബം എങ്ങനെയാണ് നന്നായിട്ട് പോകുവാനിടയാകുന്നത്? ഇങ്ങനെ ഭാര്യയും ഭർത്താവും നന്മകളെ മറന്നുകൊണ്ട് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചാൽ സമൂഹത്തിൽ എങ്ങനെ നല്ല കുടുംബങ്ങൾ ജനിക്കാനിടയാകും? ഇന്നുള്ള സമൂഹം ഓരോ ദിവസം ചെല്ലുന്തോറും അധപ്പതിച്ചു പോകുവാൻ, ചീത്തയായി പോകുവാനുള്ള കാരണമെന്തെന്നറിയാമോ? മനുഷ്യനിലെ മനുഷ്യത്വം കുറഞ്ഞു പോകുന്നത് കാരണമായിട്ട്. അതിലുപരിയായി നമ്മുടെ ഭാരതത്തിൻ്റെതായ സംസ്കാരം, നമ്മുടെ ഭാരതത്തിൻ്റെതായ സമ്പ്രദായം, അതുപോലെ നമ്മുടെ ഭാരതീയ കുടുംബ വ്യവസ്ഥ വളരെ അത്ഭുതകരമാണ്. നമ്മുടെ രാജ്യത്തിലുള്ളതുപോലെ ശ്രേഷ്ഠമായ കുടുംബ വ്യവസ്ഥ ലോകത്തിൽ നിങ്ങൾക്ക് എവിടെയും കാണുവാനായിട്ട് കഴിയില്ല. പ്രിയ സഹോദര, സഹോദരി, ദൗർഭാഗ്യം എന്താണെന്ന് വെച്ചാൽ
വളരെ അത്ഭുതകരമായ കുടുംബ ശ്രേഷ്ഠതകളുള്ളതായ നമ്മുടെ രാജ്യത്തിൽ, വളരെ ശ്രേഷ്ഠമായ കുടുംബത്തിന്റെ അടിത്തറയുള്ളതായ നമ്മുടെ രാജ്യത്തിൽ ഈ വെസ്റ്റേൺ കൾച്ചർ കൂട്ടിക്കൊണ്ടുവരിക എന്നത് വളരെ ദയനീയമായ അവസ്ഥയാണ്. അതുകൊണ്ട് നല്ല ഒരു ഭാവി ഉണ്ടാവുകയില്ല. നിങ്ങൾക്കെന്താണ് മനസ്സിലാകുന്നത്? ഓരോ ദിവസം മുൻപോട്ട് ചെല്ലുന്തോറും പണം കൂടിക്കൂടി വരുന്നു, എന്നാൽ മാലിന്യം മനുഷ്യന്റെ മനസ്സിൽ കുമിഞ്ഞുകൂടുകയും ചെയ്യുന്നു. ആദ്യം നിങ്ങൾ കരമുയർത്തിലോ സന്തോഷത്തോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞ, സന്തോഷത്തോടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നല്ല പ്രവൃത്തികൾ ചെയ്ത് ജീവിക്കുന്നവരായിരിക്കണം. നിന്റെ ജീവിതത്തിൽ തെറ്റായ ഉപദേശങ്ങളാകട്ടെ, തെറ്റായ പ്രവൃത്തികളാകട്ടെ, തെറ്റായ പഠിത്തങ്ങൾ ആകട്ടെ, തെറ്റായ ബന്ധങ്ങളാകട്ടെ നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഒരിക്കലും നിനക്ക് സന്തോഷത്തോടെ കഴിയാൻ കഴിയില്ല. ദുഷ്ടന് സമാധാനം കാണില്ല എന്ന് ബൈബിളിൽ പറയുന്നു. വളരെ ശ്രദ്ധയോടെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഈ ദിവസം നിന്റെ വീട്ടിൽ തന്നെ നിന്റെ ഭാര്യ നിന്നെ ഓർത്ത് സന്തോഷിക്കുന്നില്ല, നിന്റെ ഭർത്താവ് നിന്നെക്കുറിച്ച് സന്തോഷിക്കുന്നില്ല. പ്രിയ മകനെ, മകളെ കേൾക്കുന്നുണ്ടോ? ഇന്ന് നീ നിന്റെ സ്വന്തം മാതാവിനെ, സ്വന്തം പിതാവിനെ കണ്ണുനീർ കുടിപ്പിക്കുകയാണ്, ദുഃഖിപ്പിക്കുകയാണ്. മാതാവിനെ ദുഃഖിപ്പിക്കുന്നത് പോലെ സ്വന്തം പിതാവിനെ വേദനിപ്പിക്കുന്നു. ഇന്ന് കുടുംബത്തിൽ താമസിക്കുന്നവർ ഒരാൾ മറ്റൊരാളെ വേദനിപ്പിക്കുകയാണ്. എന്തൊരു രീതിയാണിത്! വീണുപോകുന്ന, അധപ്പതിച്ചു പോകുന്ന കുടുംബ വ്യവസ്ഥയാണിത്. പ്രിയ സഹോദരങ്ങളെ, കേൾക്കണം. ഇന്ന് നീ യഥാർത്ഥമായി സന്തോഷം ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ നല്ല പ്രവൃത്തികൾ ചെയ്യണം. ഭർത്താവിനോട് നല്ല രീതിയിൽ പെരുമാറണം, നിന്റെ ഭാര്യയോട് നല്ല രീതിയിൽ പെരുമാറണം, മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറണം. നിന്റെ ബന്ധുക്കളോടും നിന്റെ സ്നേഹിതരോടും നിന്റെ സമൂഹത്തോടും ഉള്ള പ്രവൃത്തികൾ നല്ല പ്രവൃത്തികളായിരിക്കണമെങ്കിൽ നീ ഒരു നല്ല വ്യക്തിയായിരിക്കണം. നിനക്ക് നല്ലൊരു വ്യക്തി ആകണമെന്നുണ്ടെങ്കിൽ നിനക്ക് നല്ലൊരു മനസ്സുണ്ടായിരിക്കണം. നിനക്ക് നല്ലൊരു മനസ്സ് വേണമെന്നുണ്ടെങ്കിൽ നിന്റെ മനസ്സിൽ കർത്താവായ യേശുക്രിസ്തു ജനിക്കണം. അതാണ് വാസ്തവം. ഈ ദിവസം എത്ര പേർ പറയും, ആ യേശുക്രിസ്തു എന്റെ ഹൃദയത്തിൽ വന്നിട്ട് എനിക്ക് നല്ലൊരു മനസ്സ് നൽകി, എന്നെ നല്ലൊരു വ്യക്തിയാക്കി മാറ്റിയെടുത്ത് ഞാൻ ഒരു സമൂഹത്തിന് മൊത്തം അനുഗ്രഹിക്കപ്പെട്ടവനായി മാറുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നവരുണ്ടെങ്കിൽ വരൂ പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ സ്നേഹമുള്ളവനായ പിതാവേ, ശ്രേഷ്ഠമായ ഈ സന്ദേശത്തിൽ കൂടി ഞങ്ങളോട് ഓരോരുത്തരോടും വ്യക്തമായി സംസാരിച്ചതോടത്ത് നിന്നെ സ്തുതിക്കുന്നു. ആരൊക്കെയാണോ കർത്താവേ, നീ എൻ്റെ കുടുംബത്തെ നന്നാക്കണമേ, എൻ്റെ ജീവിതത്തെ നന്നാക്കണമേ, എൻ്റെ ഹൃദയത്തിൽ വന്ന് ഉദിക്കണമേ, എൻ്റെ ഹൃദയത്തെ മാറ്റണമേ, എന്നിലുള്ളതായ സകലവിധമായ ദുശീലങ്ങളിൽ നിന്നും എന്നെ വിടുവിക്കണമേ. ഒന്നാമതായി കുടുംബത്തിൽ സന്തോഷത്തോടെ ജീവിക്കുവാൻ ആവശ്യമായ കൃപ നൽകണമേ. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികളെയും അനുഗ്രഹിക്കുമാറാകണമെന്ന്. അതുപോലെ ഈ ദിവസം എല്ലാവരുടെയും ജീവിതത്തിൽ ശ്രേഷ്ഠമായ അനുഗ്രഹവും ദൈവത്തിൻ്റെ കൃപയും ഭാഗ്യവും സദാകാലവും നൽകുമാറാകണമെന്ന് നിനക്കു തന്നെ സകല മഹത്വവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ, ആമേൻ. Address Calvary, Post Box number 30, Kokatpalli, Hyderabad 72.